നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മാർത്തോമ സഭയിലെ വൈദികരുടെ വാർഷിക സമ്മേളനം നവംബർ 26-ന് ചരൽക്കുന്നിൽ ആരംഭിക്കും. ഇടയൻ, ഇടം, ഇടർച്ച, ഇടപെടൽ എന്ന വിഷയത്തിൽ 4 ദിവസങ്ങളിലായി ചർച്ചകളും പഠനങ്ങളും ഉണ്ടാകും. 26-ന് വൈകുന്നേരം 6:45-ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. കോൺഫറൻസ് പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സഫ്രഗൻ മെത്രാപ്പോലീത്തമാരായ ഡോക്ടർ യുയാക്കിം മാർ കുർലോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമത്യോസ്, ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തോസ്, സഖറിയാസ് മാർ അബ്രേം, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകും. റെവറൻ എബ്രഹാം സ്കറിയ, റെവറൻ ജേക്കബ് പി തോമസ്, റെവറൻ ജോളി തോമസ്, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ഡോക്ടർ അജു തോമസ് എന്നിവർ ക്ലാസുകൾ നയിക്കും. ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിക്കും. 29-ന് രാവിലെ 8:30-ന് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തോടെ സമാപിക്കും. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്തയെ അനുസ്മരിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ തിരുവനന്തപുരം JMM സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സം റാൻഡം റിഫ്ലക്ഷൻസ് ഓൺ സെക്യുലറിസം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. Firstly, that religion must not interfere in state affairs. Further, that state must not interfere in religious affairs. Also, that state must treat religions impartially and without discrimination and accord to them equal respect and shall not prefer one religion over the others within the framework of secularism. ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്ത ആർജവത്തോടെയും ഭയരഹിതനായും സഭയെ നയിക്കുകയും സമൂഹത്തിൽ ഇടപെടുകയും ചെയ്തതായി അദ്ദേഹം അനുസ്മരിച്ചു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ച ഏക സഭാ അധ്യക്ഷനായിരുന്നു യുഹാനോൻ മാർത്തോമ. ഭൂഭവനദാന പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിനാകെ പുതിയ ദിശാബോധം നൽകിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. എൻ്റെ ആശയങ്ങളോട് എതിർക്കുന്നവരുണ്ട്. ഇതെല്ലാം മനുഷ്യ സഹജമായിട്ട് ലോകത്തിൽ നാം കാണുന്നതായ അവസ്ഥയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ എല്ലാവരെയും ചേർത്ത് മുന്നോട്ട് പോകുന്നതായ ഒരു പ്രവർത്തന ശൈലിയായിട്ട് തൻ്റെ ജീവിതത്തെ നാം കാണുന്നുണ്ട്. മാർത്തോമ സഭയെ ലോകമെങ്ങും അറിയപ്പെടുന്ന സഭയായി വളർത്തുന്നതിൽ ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്ത മുഖ്യ പങ്ക് വഹിച്ചതായി മാർ ഫെലിക്സിനോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. ഒട്ടേറെ എതിർപ്പുകൾക്കിടയിലാണ് യുഹാനോൻ തിരുമേനി പ്രവർത്തിച്ചത്. തിരുമേനിയുടെ ആശയങ്ങളോട് യോജിച്ചവരും വിയോജിച്ചവരുമുണ്ട്. എതിർത്തവരെയും ഒപ്പം ചേർത്ത് നിർത്തി മുന്നോട്ടു പോയതാണ് തിരുമേനിയുടെ മഹത്വമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വികാരി ജനറൽ വെരി റെവറൻ KG പോത്തൻ, സ്റ്റഡി സെന്റർ അസോസിയേറ്റ് ഡയറക്ടർ റെവറൻ ഷിബു ഓപ്ലാവിലയിൽ, ട്രഷറർ എബ്രഹാം ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. പേരൂർക്കട മാർത്തോമ ഇടവക, വഴുതക്കാട് സേവികാ സംഘം, ഗായക സംഘങ്ങൾ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ 16ാമത് പുസ്തകം ധ്യാനാഞ്ജലി പ്രകാശിതമായി. ബിഷപ്പ് തോമസ് സാമുവേൽ പ്രകാശനം നിർവഹിച്ചു. ധ്യാനം ഉള്ളിൽ പ്രകാശം പരത്തുന്നതിനും വ്യക്തികളുടെ രൂപാന്തരത്തിനും പ്രയോജനപ്പെടണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. തിരുമേനിക്ക് ഉണ്ടായതുപോലെയുള്ള നമുക്കും ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ഇതിനിടെ പറയാൻ ആഗ്രഹിച്ചത്. കാരണം ഈ ധ്യാനത്തിലൂടെയാണ് നമുക്കറിയാവുന്ന എൻലൈറ്റൻമെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ ആ ഒരു തരത്തിലുള്ള എൻലൈറ്റൻമെൻറ്റ് നമുക്കും ഉണ്ടാവണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്ന് മാത്രമാണ് വചന കേൾവി, അഭിനന്ദ തിരുമേനിയുടെ ചിന്തകൾ. ഇതെല്ലാം അതിന് നമ്മെ സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത പുസ്തകം സ്വീകരിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത, തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ, വെരി റെവറൻ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റെവറൻ എബി ടി മാമൻ, CSS സെക്രട്ടറി റെവറൻ സാം ടി കോശി, ഷാജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഈ ധ്യാന ചിന്തകൾ അനേകർക്ക് തുടർന്ന് ധ്യാനം ചെയ്യുന്നതിനായിട്ടും ആ ധ്യാനത്തിലൂടെ ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുന്നതിനായിട്ടും സംശീകരിക്കുന്നതിനായിട്ടും
തൽഫലമായി അത് പ്രവർത്തന രംഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനും ഇടയായിട്ട് തീരുമ്പോഴാണ് ഓരോ ധ്യാനവും അതിൻ്റെ സായുജ്യം അടയുന്നത് എന്നത് ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നു. തിരുവല്ല CSS ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. മണിപ്പൂർ കലാപത്തിൽ ഭീതിയിൽ കഴിയുന്ന സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കത്തിച്ച മെഴുകുതിരിയുമായി നിക്കോൾസൺ സിറിയൻ സെൻട്രൽ സ്കൂളിലെ മണിപ്പൂർ വിദ്യാർത്ഥിനികൾ പ്രാർത്ഥനാ യജ്ഞം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മാനേജർ ഗീത ടി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രാർത്ഥനയിൽ മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി റവറൻ KA ഗീവർഗീസ് സമാധാന ഐക്യദാർഢ്യ സന്ദേശം നൽകി. സ്കൂൾ ചാപ്ലൈൻ റവറൻ പ്രകാശ് എബ്രഹാം, സഭാ കൗൺസിൽ അംഗം തോമസ് കോശി, സ്കൂൾ ബോർഡ് അംഗം ടിജു M ജോർജ്, പ്രിൻസിപ്പൽമാരായ മെറിൻ മാത്യു, ജയ സാബു ഉമ്മൻ, അധ്യാപകരും വിദ്യാർത്ഥിനികളും പ്രാർത്ഥനായജ്ഞത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം തുടരാൻ കഴിയാതെ വന്ന 29 വിദ്യാർത്ഥിനികൾക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയുടെ പ്രത്യേക താൽപര്യപ്രകാരം സഭയുടെ നിക്കോൾസൺ സെൻട്രൽ സ്കൂളിൽ പ്രവേശനം നൽകുകയായിരുന്നു. അഖില കേരള മാർത്തോമ ട്രോഫി കായികമേളയിൽ തിരുവല്ല SCS ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. SCS സ്കൂളിന് 126 പോയിന്റ് ലഭ്യമായി. 92 പോയിന്റുമായി വാളകം മാർത്തോമ സ്കൂളിനാണ് 2ാം സ്ഥാനം. കോട്ടയം MT സെമിനാരി സ്കൂളിന് 3ാം സ്ഥാനം ലഭ്യമായി. 78 പോയിന്റ് ലഭിച്ചു. നവിൻ ഷിബു, A മായ, വൈശാഖി RS, അമീന AB, റോഷൻ എബ്രഹാം, ജിയ മേരി മാത്യു, അദ്രിത് ദിമാൻ, കാശിനാഥ് അരുൺ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. പ്രഥമ LP വിഭാഗം കായിക മത്സരം മാർത്തോമ സഭ വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. LP വിഭാഗം കായികമേളയിൽ കടമനിട്ട MTLP സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. തിരുവല്ല SCSC LP സ്കൂളിനാണ് 2ാം സ്ഥാനം. പുല്ലാട്, കിഴക്കൻമുത്തൂർ MT സ്കൂളുകൾ 3ാം സ്ഥാനം പങ്കിട്ടു. ആഷേർ M അനീഷ്, ദക്ഷിണ S, മാഹി മനോജ്, ജസ്റ്റിൻ ജോൺ, ശിവനായ P എന്നിവർ LP വിഭാഗം ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറി റവറൻ KE ഗീവർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ കുരുവിള മാത്യു അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് തോമസ് കോശി, ജോർജ് ബിനു രാജ്, MG ഗീതമ്മ, ജെസ്സി ജോർജ്, തോമസ് മാത്യു, ഷൈജു സാമുവൽ, നിഷ മേരി ജോസഫ്, ബെന്നെ ഫിലിപ്പോസ്, ഷിമോനി ഏബൽ, അരുൺ B മാത്യൂസ്, സെൻമോൻ V ഫിലിപ്പ്, AV ജോർജ് എന്നിവർ പ്രസംഗിച്ചു. സുവിശേഷത്തിന്റെ സാക്ഷികളായി ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാകുവാൻ പ്രേക്ഷിതർക്ക് സാധിക്കണമെന്ന് മാർത്തോമ സഭ ഡൽഹി ഭദ്രാസനാധിപൻ സക്രിയാസ് മാറാപ്രേം. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ഭാഗമായ നോർത്ത് ഇന്ത്യ മാർത്തോമ ഇവാഞ്ചലിക് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ വടക്കേ ഇന്ത്യയിലെ മിഷണറിമാരുടെയും സുവിശേഷകരുടെയും ത്രിദിന കോൺഫറൻസ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്നേഹാലയ സ്പിരിച്വാലിറ്റി ആൻഡ് ഡയലോഗ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് സെക്രട്ടറി റവറൻ ഡാനിയൽ തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ സാം ഇബ്രഹാം, സുവിശേഷ പ്രസംഗ സംഘം ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം P മാത്യു, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, കോൺഫറൻസ് സെക്രട്ടറി റവറൻ റൊണാൾഡ് രാജു, റവറൻ ടോംസ് നൈനാൻ, ഇവാഞ്ചലിസ്റ്റ് വിജയ് താണ്ടി എന്നിവർ പ്രസംഗിച്ചു. ദൗത്യ നിർവഹണത്തിലെ സംഗതമായ പങ്കാളിത്തം എന്നതായിരുന്നു പഠന വിഷയം. മിഷൻ കോർഡിനേറ്റർ ബ്ലെസൻ M വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. ബൈബിൾ പഠനങ്ങൾക്ക് റവറൻ തോമസ് കുര്യൻ, റവറൻ അലക്സ് പീറ്റർ, റവറൻ സജോ T ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂനപക്ഷ കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അനുശ്രീ ബർണാഡും, ദൗത്യം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ റവറൻ ജിജി വർഗീസും ക്ലാസുകൾ നയിച്ചു. സമാപന ദിനത്തിലെ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഴമേറിയ സമർപ്പണത്തോടും തികഞ്ഞ ഉത്സാഹത്തോടും സംഗതമായ സുവിശേഷ ദൗത്യം നിർവഹിക്കുവാൻ കഴിയണമെന്ന് സമാപന സന്ദേശത്തിൽ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. 2025 കോൺഫറൻസ് ഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചു. ഗ്രാമങ്ങളുടെ ഉദ്ധാരണത്തിനും പ്രേക്ഷിത ശുശ്രൂഷയ്ക്കുമായി മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിലെ റെയ്സൻ ജില്ലയിലെ സേഹത്ഗഞ്ചിൽ ആരംഭിച്ച ക്രിസ്തു പ്രേമാകുല മിഷനും സേഹത്ഗഞ്ച് ആശ്രമവും സപ്തതി നിറവിൽ.
ഗ്രാമങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച മാർത്തോമ ഗ്രാമജ്യോതി സ്കൂളിന്റെ രജത ജൂബിലിയും ഇക്കൊല്ലം ആഘോഷിക്കുകയാണ്. ഭാരത സ്വാതന്ത്ര്യ സമര സേനാനിയും ദണ്ഡിയാത്രയിൽ രാഷ്ട്രപിതാവ് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതുമായ മാരാമൺ തേവർത്തുണ്ടിയിൽ ടി ടൈറ്റസ് മാർത്തോമ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകിയ സ്ഥലത്ത് ആരംഭിച്ചതാണ് ക്രിസ്തു പ്രേമാകുലം മിഷനും സെഹത്ഗഞ്ച് ആശ്രമവും. 7 ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ, സാമൂഹിക, ആരോഗ്യ, സ്വാതന്ത്ര്യ മേഖലകളിൽ അനുഗ്രഹീതമായി ആശ്രമം പ്രവർത്തിക്കുന്നു. ക്രിസ്തു പ്രേമാകുലം മിഷന്റെ സപ്തതി ആഘോഷങ്ങളുടെയും സപ്തതി പദ്ധതികളിലൊന്നായ മാതൃശിശു സംരക്ഷണ പ്രൊജക്ടായ ആശാ കിരണിന്റെയും ഉദ്ഘാടനം ഡൽഹി ഭദ്രാസനാധ്യക്ഷൻ സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ നിർവഹിച്ചു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷ മുഖ്യ സന്ദേശം നൽകി. സംഘം ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, ലേഖക സെക്രട്ടറി പ്രൊഫസർ ഇബ്രാഹിം പി മാത്യു, LIC പ്രസിഡന്റ് റവറൻ KC സന്തോഷ്, മിഷണറി റവറൻ മജു മാത്യു, അഡ്വക്കേറ്റ് തോമസ് മത്തായി, CY വർഗീസ്, ഷിബു ഫിലിപ്പ്, അജയ് ഇബ്രഹാം, സുശീൽ കുമാർ യാദവ്, വസന്ത് സിംഗ്, ഡോക്ടർ ധർമ്മേന്ദ്ര എന്നിവർ പ്രസംഗിച്ചു. വ്യത്യസ്തമാർന്ന കലാവിരുന്നുകളുമായി സീനിയർ സിറ്റിസൺസിന്റെ പ്രതിഭാ സംഗമം. മാർത്തോമ സഭ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഇരവിപേരൂർ മാർത്തോമ ഇടവക പാരിഷ് ഹാളിൽ ഒരുക്കിയ പ്രതിഭാ സംഗമം വ്യത്യസ്ത അനുഭവമായി. ഗ്രൂപ്പ് സോങ്, കഥാപ്രസംഗം, വിവിധ ഇനം നൃത്തങ്ങൾ, സ്കിറ്റുകൾ തുടങ്ങിയവ പരിപാടികളായി അവതരിപ്പിച്ചു. ഇരവിപേരൂർ ഇടവക വികാരി റവറൻ ജോസഫ് ജോണി ഉദ്ഘാടനം ചെയ്തു. റവറൻ തോമസ് മാത്യു പഠന ക്ലാസ് നയിച്ചു. ഭദ്രാസന ഭാരവാഹികളായ തോമസ് പി അത്യാൽ, പ്രൊഫസർ PJ ഫിലിപ്പ്, തോമസ് ജോസഫ്, PT മാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസനവും ആനിമേഷൻ സെന്ററും ചേർന്ന് മതനിരപേക്ഷതയും മാറുന്ന സാമൂഹിക പരിസരവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തലവടി സെയിന്റ് ജോൺസ് മാർത്തോമ പള്ളിയിൽ നടത്തിയ സെമിനാർ അടൂർ ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വളരുന്ന വെറുപ്പും വിദ്വേഷവും രാജ്യത്ത് നിലനിൽക്കുന്ന മതനിരപേക്ഷതയെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യു അധ്യക്ഷനായി. ആനിമേഷൻ സെന്റർ ഡയറക്ടർ റവറൻ റെൻസി തോമസ് ജോർജ്, ഡോക്ടർ പ്രേസി വിൽസൺ എന്നിവർ വിഷയ അവതരണം നടത്തി. പഠന വിഭാഗം ചെയർമാൻ റവറൻ ബിനു വർഗീസ്, കൺവീനർ ജിജി ഇടുക്കുള ജോർജ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ ലിനോ ചാക്കോ, സൂസൻ തോമസ്, റവറൻ റെജി തോമസ് ചാക്കോ, റവറൻ ജോർജ് കോശി എന്നിവർ നേതൃത്വം നൽകി. മലങ്കര മാർത്തോമ സഭ പ്രതിനിധി മണ്ഡല പഠന വിഷയമായ മതനിരപേക്ഷതയും മാറുന്ന സാമൂഹ്യ പരിസരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തി. തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. റവറൻ ഡോക്ടർ ജോൺ ഫിലിപ്പ് എ, റവറൻ ബോബി മാത്യു, റവറൻ റെൻസി തോമസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. വികാരി ജനറൽ റവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് ഇബ്രഹാം, റവറൻ ഡോക്ടർ ജോസഫ് കുറുവിള, ഭദ്രാസന ട്രസ്റ്റി നോബിൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. പള്ളിപ്പാട് ദീപ്തി ഭവൻ ഒരുക്കിയ സൗഹൃദ സംഗമം ധന്യമായ അനുഭവമായി. പ്രമുഖ സാമൂഹിക പ്രവർത്തക ദയാഭായി മുഖ്യ സന്ദേശം നൽകി. ഏകാംഗ നാടകത്തിലൂടെ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം ദയാഭായി തുറന്നുകാട്ടി. കണ്ണമംഗലം സെയിന്റ് ആൻഡ്രൂസ് ഇടവകയുടെ മാർഗം കളി, പള്ളിപ്പാട് ചെറിയ പള്ളിയുടെ കൊറിയോഗ്രാഫി, കരുവാറ്റ ശാലേം ഇടവകയുടെ നാടോടി നൃത്തം, പള്ളിപ്പാട് സെയിന്റ് തോമസ് ഇടവകയുടെ നൃത്തങ്ങൾ, ദീപ്തി വോളണ്ടിയർ സ്ക്വയറിന്റെ ഗാനങ്ങൾ എന്നിവ വേറിട്ട അനുഭവമായി. വൈസ് പ്രസിഡന്റ് ജേക്കബ് തോമസ് അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ റവറൻ എബി ചെറിയാൻ, കൺവീനർ മറിയാമ്മ വർക്കി, K വർഗീസ് എന്നിവർ സംസാരിച്ചു. മാവേലിക്കര കാർത്തികപ്പള്ളി സെന്ററിലെ വൈദികർ ഉൾപ്പെടെ 500-ലധികം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള വയോജന സംരക്ഷണ കേന്ദ്രമാണ് ദീപ്തി ഭവൻ. ഇവിടെ ഒരു പകൽ വീടും പ്രവർത്തിക്കുന്നു. തെള്ളിയൂർ MCRD നവജ്യോതി സ്കൂളിന്റെ ശിശുദിന റാലി ഹൃദ്യാനുഭവമായി. എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് വള്ളിക്കാല സെക്രട്ടറി ലിജോ T ജോർജ് ആശംസ നേർന്നു. വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോട് നടന്ന റാലിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. റാലി തെള്ളിയൂർ KVKയിൽ എത്തിയപ്പോൾ കാർഡ് ഡയറക്ടർ റവറൻ മോൻസി വർഗീസും KVK മേധാവി ഡോക്ടർ CP റോബർട്ടും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ കുട്ടികളുടെ പ്രതിനിധികളായ റോബിൻ ബേബി, ആര്യ അനിൽ, സിജോ സാം എന്നിവർ പ്രസംഗിച്ചു. റവറൻ മോൻസി വർഗീസ് മുഖ്യ സന്ദേശം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
മാർത്തോമാ സഭ അടൂർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സൃഷ്ടിക്കൊരു സങ്കീർത്തനം ക്രിസ്തുമസ് ഗാനസന്ധ്യ ഡിസംബർ 8 വൈകുന്നേരം 5:30 അടൂർ മാർത്തോമാ യൂത്ത് സെന്ററിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ഗുരുരത്നം ജ്ഞാന തപസ്വി മുഖ്യ സന്ദേശം നൽകും. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ശാലോം.